കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു പഠനം ആവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നിട്ട് സമാഗമന കൂടാരവും ക്രിസ്തുവും എന്നുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ഉറപ്പിനും സ്ഥിരീകരണത്തിനും വേണ്ടിയാണ് നാം ഈ ദൈവവചനം പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് എബ്രായ ലേഖനത്തിലെ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ ആമുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാനിടയായിത്തീർന്നു. കാരണം പഴയ നിയമത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യവും പുതിയ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ ഉറപ്പിക്കാനാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മളെ തിരുവെഴുത്തിൽ എവിടെ നിന്ന് വായിക്കുമ്പോഴും യേശുക്രിസ്തു നമുക്ക് നൽകിയ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയും ക്രിസ്തു തന്നെയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസമല്ല, നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ ഉറപ്പിനായിട്ടാണ് നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയതായ ഒരു കാര്യം, ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലും എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിലും പല പ്രാവശ്യം നമ്മൾ കണ്ട ഒരു കാര്യം, ഇത് സ്വർഗീയമായതിന്റെ ഒരു പ്രതിബിംബമാണ് എന്നൊരു പദം കണ്ടു. മറ്റൊരു പദം നമ്മൾ കണ്ടത് നിഴൽ എന്ന് കണ്ടു. അപ്പോ ഒരു നിഴൽ ഉണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു പൊരുളുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രതിബിംബം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വാസ്തവമുണ്ട്. നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ നമ്മുടെ മുഖം നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ നമ്മളവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു പ്രതിബിംബം, ഒരു മൃഗം ചെന്ന് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ തന്നെ രൂപമാണ് അവിടെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ ഒരു ആലയമുണ്ടെന്നും വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാവിലും എഹെസ്കേലിലും ഒക്കെ നമ്മൾ കണ്ടു ദൈവത്തിന്റെ ഒരു ആലയം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുണ്ടായിരുന്ന ആലയത്തിനെ ആണ് മോശയ്ക്ക് ദൈവം സീനായ് പർവ്വതത്തിൽ വെച്ച് വെളിപ്പെടുത്തി കൊടുത്തത്. അതേ ആലയത്തിന്റെ ആ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ മോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം നമ്മൾ അവിടെ കണ്ടത്, സ്വർഗത്തിലേക്ക് ആ ആലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഭൂമിയിൽ ആളുകളെ ഒരുക്കുക എന്നുള്ളതായിരുന്നു സമാഗമന കൂടാരം കൊടുത്തതിന്റെ ഉദ്ദേശം. അപ്പോ പ്രാഥമിക ഉദ്ദേശം സ്വർഗത്തിലെ ആലയം നമുക്ക് കാണിച്ചു തന്നത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അതിന്റെ കൂടെ ഒരർത്ഥമുണ്ട്, നമ്മുടെ നടുവിൽ ഈ ദൈവം വസിക്കണം എന്നുള്ളതാണ്. അവൻ നമ്മുടെ നടുവിൽ വസിക്കാനാണ് അവൻ ഒരു ആലയം പണിയുവാനായിട്ട് ദൈവം കൽപ്പിച്ചത് എന്നും നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഈ സമാഗമന കൂടാരം എന്തിനു തന്നു? ദൈവം നമ്മുടെ മധ്യേ വസിക്കുവാൻ, നമ്മളെ ഒരുക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഈ ഭൂമി നമ്മുടെ ഒരു ശാശ്വതമായ വാസസ്ഥലമല്ല. നമ്മൾ കണ്ടു സമാഗമന കൂടാരവും പിന്നീട് ശലോമോൻ പണിഞ്ഞ ആലയവും തമ്മിലുള്ള വ്യത്യാസം. സമാഗമന കൂടാരം ദൈവം കൊടുത്ത മാതൃക പ്രകാരമാണ്. ശലോമോൻ പണിഞ്ഞ ആലയം നമ്മൾ കണ്ടു ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹ പ്രകാരമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആലയം പണിഞ്ഞെന്ന് വിചാരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഴവക്കമായാലും എവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാലും 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അത്രത്തോളം നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെത്താൻ താഴ്ത്തുവാൻ ദൈവം തയ്യാറാണ്. എന്നാൽ എവിടെയും നമ്മൾ കണ്ടു ദൈവപുത്രന്മാരെ അവന്റെ നാമത്തിന് തക്ക മഹത്വം അവന് കൊടുക്കണം. പുഴവക്കത്തായാലും വീട്ടിലായാലും ആരാധനയ്ക്കുള്ള ഒരു ആലയത്തിലാണെങ്കിലും ദൈവത്തിന് അവൻ മാറ്റമില്ലാത്തവനാണ്. അവന്റെ സ്വഭാവങ്ങൾക്ക് അവന്റെ പ്രകൃതങ്ങൾക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് സ്ഥിരമായ ദൈവത്തിന്റെ പ്രകൃതത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ, ആരാധിച്ചുകൊണ്ട് മാത്രമേ നാം ദൈവത്തെ ആരാധിക്കാൻ കൂടി വരാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടു. 4 ജീവികളെ, 24 സിംഹാസനങ്ങളെ, അസംഖ്യമായ ദൂതസഞ്ചയങ്ങളെ അടങ്ങുന്ന ഒരു ബൃഹത്തായ സംവിധാനമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ട് ദൈവം ഒരു കുടുംബത്തെ സൃഷ്ടിക്കുമ്പോഴും ദൈവം ഒരു വ്യവസ്ഥ വെച്ചു, ക്രമം വെച്ചു. ദൈവം എല്ലാം ചിട്ടയായിട്ടാണ് ക്രമീകരിച്ചത്. എത്ര നല്ല ദൈവമാണ്! ദൈവത്തിന്റെ സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിത്യമായ ഒരു വാസസ്ഥലത്തിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നമ്മൾ വിധേയപ്പെടുകയോ സമർപ്പിതരായി നമ്മൾ ദൈവത്തിന് മുമ്പിൽ അനുസരണത്തോട് നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബലഹീനരായതുകൊണ്ടല്ല, നിത്യതയ്ക്ക് വേണ്ടി പോകാൻ
ഒരുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുമെന്ന് കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, 3 പ്രാകാരങ്ങളായിട്ട് ഈ ആലയത്തെ അവിടെ തിരിക്കുന്നതായിട്ട്. ആ 3 പ്രാകാരങ്ങളിൽ നമ്മൾ ആ ഓരോ പ്രാകാരങ്ങളും ക്രിസ്തു നിമിത്തമായി ഈ ലോക യുഗങ്ങളെ തിരിച്ചു എന്ന് കണ്ടു. നമ്മൾ കണ്ടു, പുറത്തെ പ്രാകാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടു, 5 മുഴം ഉയരവും 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ള പിരിച്ച ശുഭ്രമായ പഞ്ഞുനൂൽ കൊണ്ടുള്ള ഒരു മറ അതിന്റെ 4 സൈഡിലും കണ്ടു. അതിന് മേൽഭാഗം തുറന്നു കിടക്കുകയാണ്. അതിന്റെ അത് ഒരു ചുറ്റുമതിൽ പോലെയാണ്. അത് നിൽക്കുന്ന സ്ഥലവും എല്ലാം നമുക്ക് കാണാം. അതിനകത്ത് 2 ഉപകരണങ്ങളാണ് ഉള്ളത്. ഒന്ന് യാഗപീഠം, മറ്റൊന്ന് താമ്രത്തൊട്ടി. ഈ 2 കാര്യങ്ങളും ന്യായപ്രമാണ യുഗത്തെ കാണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായതും ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനമായി നമ്മൾ പരിഗണിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടുകൂടെ ഏകീഭവിക്കുവാനുള്ള സ്നാനവും ന്യായപ്രമാണ യുഗത്തിലാണ് നമുക്ക് ലഭിച്ചത്. അത് നമ്മൾ കണ്ടു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചതിന് ശേഷം ഏകദേശം 1500 വർഷമായിരുന്നു ന്യായപ്രമാണ യുഗത്തിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ, ആ യുഗത്തിന്റെ തിരശ്ശീല വീഴുന്ന ആ ഒരു സമയം നമ്മൾ വ്യക്തമായി കണ്ടു യേശുക്രിസ്തുവിന്റെ ആഗമനമാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിന് ഏകദേശം ഈ സമാഗമന കൂടാരം ഒരു കണക്ക് തരുന്നുണ്ട് എങ്കിൽ, മുൻപോട്ടുള്ള കണക്കുകളെ നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു, ഈ കൂടാരം ഈ കാലത്തിന് ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആലയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ദൃഷ്ടാന്തങ്ങളും ഇതിനകത്ത് ദൈവം അടക്കി വെച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതെന്താണ് നമ്മൾ കണക്കുകൂട്ടി നോക്കി. ഈ ആലയത്തിന് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് 2 പ്രത്യേക ഭാഗങ്ങളുണ്ട്. 2ഉം ചേർത്താണ് പണിയപ്പെട്ടിരിക്കുന്നത്. അതിന്റെ നീളം വീതി കണക്കുകൾ നമ്മൾ നോക്കിയപ്പോൾ വീതി 10 മുഴവും ഉയരം 10 മുഴവും നീളം 20 മുഴവും. അങ്ങനെ ഒന്നാം ആലയത്തിന് എന്താണ് 20 ഗുണം 10 ഗുണം 10 2000. ഈ കൃപായുഗം ഏകദേശം 2000 വർഷം നമ്മൾ കഴിഞ്ഞു പിന്നിട്ടു എന്ന് പറയുമ്പോൾ, AD 60 67 എഴുതിയ ആ എബ്രായ ലേഖന കർത്താവ് പൗലോസ് അപ്പോസ്തലൻ ഈ 2000 വർഷം വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ, ഈ സഭ മുൻപോട്ട് പോകുമോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല, മർമ്മങ്ങൾ എഴുതി വെച്ചു. എന്നാൽ നമ്മൾ നോക്കണം, 2000 വർഷം എത്തി നിൽക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർപ്പിക്കണം, ദൈവത്തിന്റെ കണക്കൂട്ടലുകൾ ഒന്നും വൃഥാവല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നിർണയങ്ങളാണ് നടപ്പാകുന്നത്. ഈ കൃപായുഗത്തിനുള്ള ശുശ്രൂഷകളെ അതിനകത്തുള്ള ഉപകരണങ്ങൾ വെളിപ്പെടുത്തുന്നു. എത്ര വ്യക്തമാണ്. ഒന്ന്, കൊത്തുവിളക്ക്. ആ കൊത്തുവിളക്കിനെ കുറിച്ച് സ്പെഷ്യലായി നമ്മൾ പഠിക്കും. അത് ദൈവവചനത്തിന്റെ ദൃഷ്ടാന്തമാണ്. അത് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ദൃഷ്ടാന്തമാണ്. അത് ക്രിസ്തുവിന്റെ നിഴലാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട്. എന്നാൽ അത് ഒരിക്കലും കെടാതെ അതിനകത്ത് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഞാൻ പറയട്ടെ, നാം ഇന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് ലോകത്തിൽ കാണുന്ന വെളിച്ചത്തിന് പോലും, സൂര്യന് പോലും, ചന്ദ്രന് പോലും അല്പമെങ്കിലും ഇരുട്ട് എന്താ പറഞ്ഞത് ശേഷിപ്പിക്കേണ്ടി വരും. എന്നാൽ ഈ കൃപായുഗത്തിന് അകത്ത് പ്രവേശിച്ചിരിക്കുന്ന ജനത്തെ സംബന്ധിച്ച് പറയട്ടെ, രാത്രിയൊന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ അവിടെ വെളിച്ചമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പുറത്തിരിക്കുന്നവർക്ക് ആ വെളിച്ചം കാണാൻ കഴിയത്തില്ലെങ്കിലും അവരുടെ അകത്ത് വെളിച്ചമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ മുന്നിൽ ഒരു വെളിച്ചമുണ്ട്. ദൈവം നമ്മളെ വിളിച്ചതിനെ കുറിച്ച്, നീതീകരിച്ചതിനെ കുറിച്ച്, നാം നിത്യതയിൽ പോകുമെന്നുള്ളതിനെ കുറിച്ച്. ചിലർക്ക് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് വ്യക്തതയില്ല. പക്ഷേ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അഷ്വറൻസ് ഉണ്ട്. കാരണം ഉള്ളിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വെളിച്ചം അവരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയട്ടെ, അത് നമ്മള് എന്താ പറയുന്നത്, കൊത്തുവിളക്ക് അല്ലെങ്കിൽ മനാറ എന്ന് പറയും. അതിന് നേരെ തെക്ക് വശത്താ വെച്ചേക്കുന്നെങ്കിൽ അതിന് നേരെ വടക്ക് വശത്തായിട്ട് കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. നമുക്കറിയാം, അപ്പം നുറുക്കൽ യേശുക്രിസ്തു പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാകുന്നു. ആ അപ്പത്തിൽ നമുക്ക് അംശികളായി. ഒരു കാലത്ത് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാവുന്ന ഈ അപ്പം എങ്ങനെ കർത്താവ് സകലർക്കുമായി കൊടുത്തു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 27 അല്ലെങ്കിൽ ലൂക്കോസിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ മാത്രമേ ആ ഒരു തിരുവത്താഴ അപ്പം നുറുക്കലിനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളെങ്കിൽ, എന്നാൽ ജാതികൾക്ക് വേണ്ടി ഇത് നിഷേധിക്കാൻ ഒക്കെ അതുവഴി സാധ്യതകൾ ഉണ്ടായേക്കാം. എന്നാൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ തടസ്സങ്ങളും സംവാദങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് ജാതികൾക്കും
ക്രിസ്തുയേശുവിൽ തുല്യമായ പങ്കാളിത്തമുണ്ടെന്ന് ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് വരമേൽപ്പിച്ചു. അതെ, ഒരു വ്യത്യാസവുമില്ല. ഈ അപ്പത്തിൽ നമുക്ക് അംശികളാകുവാൻ യോഗ്യതയുണ്ട് എന്ന്. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ അപ്പത്തിൽ അംശികളാകുവാനുള്ള യോഗ്യത ഉണ്ടെന്ന് തിരുവെടുത്ത് നമുക്ക് അസന്നിഗ്ധമായിട്ട് തെളിവാക്കി തന്നു. ആ അപ്പത്തിന്റെ ശുശ്രൂഷ ഇത് കൃപായുഗത്തിലാണ്. മൂന്നാമത്തേത് ധൂപ കലശമാണ് അവിടെ ആ വാതിലിന്റെ തൊട്ട് മുന്നിലിരിക്കുന്നത്. സ്തോത്രം. അത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയും ആരാധനയുമാണെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ദൈവമക്കളെ, ഇന്ന് നമ്മളെ പ്രാർത്ഥനയ്ക്കായി അപ്പം നുറുക്കലിനായിട്ട് ദൈവവചനത്തിന്റെ ധ്യാനങ്ങൾക്കായിട്ടല്ലാതെ ഈ പുതിയ നിയമത്തിലെ യാഗങ്ങൾക്ക് വേണ്ടി കൂടി വരാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നടക്കുന്ന ശുശ്രൂഷകളെ ബലി എന്ന് നമ്മൾ വിളിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അപ്പം നുറുക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ബലിയായി കണക്കാക്കാത്തത്. കാരണം എന്താ? കർത്താവായ യേശുക്രിസ്തു ബലിയായി കഴിഞ്ഞു. ആ ബലി നിവൃത്തിയായി കഴിഞ്ഞു. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണ യുഗത്തിൽ നടന്ന ആ ബലിയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് നമുക്കിന്ന് യാഗം ഉണ്ടോ? ഉണ്ട്. ആ ഏക യാഗത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പുതിയൊരു യാഗം, പുതിയൊരു ബലിയും നമുക്ക് അർപ്പിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ സമാഗമന കൂടാരത്തിന്റെ ദൈവത്തിന്റെ നിത്യമായ പദ്ധതികളുടെ തികഞ്ഞ പ്രമാണത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇതിനാൽ നമുക്ക് ബോധ്യം വരും. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള സ്ഥലം 10x10x10 അതിപരിശ സ്ഥലത്തിന്റെ കാര്യങ്ങൾ എനിക്കിവിടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വിസ്താര ഭയത്താൽ സമയം ലാഭിക്കാൻ വേണ്ടി വേഗം പോകുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സ്വർഗീയ യെരുശലേമിന്റെ ഒരു 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 എന്താ പറയുന്നത്, ഏകദേശം ഒരു ഒരു പ്ലാൻ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അത് ലോകത്തിൽ ഒരു മനുഷ്യൻ കണ്ടാൽ പോലും അതിശയിക്കുന്ന രീതിയിലുള്ള ഒരു സ്വർണ്ണ സൗധം പോലാണ് ഒരു പട്ടണം ചെയ്യുന്നത്. ഇപ്പൊ AI-യുടെ ഒക്കെ കാലമായതുകൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അത് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾക്കൊന്ന് പ്രവേശനം പോകണം എന്ന് ആഗ്രഹിച്ചാൽ മോഹിക്കുന്ന വിധത്തിൽ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ആ പുത്തൻ യെരുശലേം ഒരാള് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സംഘനിർമ്മിതമായ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം പ്രിയപ്പെട്ടവരെ. അതിന്റെ നീളം, വീതി, ഉയരം സമമാണ്. ഇതാണ് നമുക്കറിയാം. അത് സഹസ്രാബ്ദ യുഗമാണ്. 10x10x10 1000. നമുക്കറിയാം 1000 ആണ്ട് മശിഹ ലോകത്തിൽ വാഴും. അന്ന് മശിഹയോട് ചേർന്ന് നാമും ലോകത്തെ ഭരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇതെല്ലാം ദൈവത്തിന്റെ മുൻനിർണയങ്ങളാണ് എന്ന് കണ്ടു. ഇന്ന് നമ്മൾ 3 തിരശ്ശീലകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള പഠനം നമുക്കറിയാം. സമാഗമന കൂടാരം ക്രിസ്തു എന്നുള്ളതാണ്. ഈ തിരശ്ശീലയും ക്രിസ്തുവുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. അതെ, ഞാൻ പറയട്ടെ, ഈ തിരശ്ശീലകളെല്ലാം വാതിലുകളാണ്. എന്താണ് തിരശ്ശീലകൾ? എല്ലാം ഈ വാതിലുകളാണ്. വാതിലുകളിലാണ് എന്തോ ഇട്ടേക്കുന്നത്? തിരശ്ശീലകൾ ഇട്ടേക്കുന്നത്. അപ്പോ വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലെ എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ സ്വീകരിക്കാൻ ഇട്ടിരിക്കുകയാണെങ്കിലും എല്ലാവർക്കും പ്രവേശനം ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ തടസ്സമായിട്ടൊരു മറശീല ഇടുന്നു. സമ്മതിച്ചോ? സ്തോത്രം. സ്വാഗതം ചെയ്യുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷേ എല്ലാവർക്കും പ്രവേശനം ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ്? എന്തോ ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു യോഗ്യത അതിലേക്ക് പ്രവേശിക്കുവാൻ വേണം. അപ്പൊ ഈ വാതിലുകൾ എന്താ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെ വേഗം വായിച്ച് എന്നെ സഹായിക്കണം. യോഹന്നാൻ സുവിശേഷം അവിടെ കർത്താവ് പറയുന്നു, യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. എന്താണ് ആടുകളുടെ വാതിൽ? യേശു അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ആടുകളുടെ വാതിൽ. എന്നിട്ട് എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ശ്രദ്ധിക്കണമേ, ഇവിടെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. യേശുവിലൂടെ കടക്കണം.
യേശു ക്രിസ്തു തന്നെയാണ് വാതിൽ, അവനിലൂടെ നിങ്ങൾ കടക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എന്ന് പറയത്തില്ല സമരം ചെയ്യുമ്പം ചിലർക്കൊക്കെ അത് മനസ്സിലാവും. എന്താ പറയുന്നത്? എന്റെ ചോര ചവിട്ടിയിട്ടല്ലാതെ നിനക്ക് കടക്കാൻ പറ്റത്തില്ലെന്ന്. യെസ്, ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. എന്റെ മരണത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് കടക്കാനായിട്ട് വേറെ ഒരു വഴിയുമില്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ടു, ആലയം സ്വർഗത്തിലാണ്. യഥാർത്ഥ ആലയം നമ്മുടെ മഹാപുരുഷൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. നമ്മുടെ മഹാപുരുഷൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനാണ്. യോഹന്നാൻ സുവിശേഷം 5-6 അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഞാൻ ഇരുന്ന സ്ഥലത്തേക്ക് തിരിച്ച് കയറി പോകുന്നത് നിങ്ങൾ കാണും. അപ്പൊ ഇരുന്നത് എവിടെയാ? സ്വർഗത്തിലാ. അവിടുന്ന് ഇറങ്ങി വരികയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇനിയും എങ്ങോട്ട് പോകും? അവിടേക്ക് കയറി പോകുമെന്നാണ് അന്ന് അവരോട് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്തുവാ മറിയോട് പറഞ്ഞത്? സ്ത്രീ എന്നെ തുടരുത്, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും കയറി പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാണ്? ഉയരത്തിലാണെന്നാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന കാര്യം എന്താണ്? അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിയവനായിരുന്നു. അവിടുത്തെ ബദ്ധന്മാരെ വിടുവിച്ചു. അവരെന്ത് ചെയ്തു? ഉയർന്ന പർദീസയിലേക്ക് കൊണ്ടുപോയി അവരെ ഉന്നതമായ സ്ഥാനത്തെത്തി. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് കൊടുത്ത വാഗ്ദത്തം അവൻ നിവർത്തിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ആ ദാനങ്ങളാണ് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ച നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട്. ഇത് ദൈവവചന പഠനമാണ്. നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഉള്ളിൽ എന്തോ ഉണ്ട്? നിത്യജീവൻ ഉണ്ട്. ആമേൻ. ഇനി നിങ്ങൾ വേറൊന്നും കാര്യം ചെയ്തിട്ടല്ല നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവൻ കൊണ്ടിരുന്നത്, യേശു ക്രിസ്തു വിശ്വാസത്താൽ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു വിശ്വാസം നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുന്നത്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അവന്റെ മരണമാണ് നമ്മുടെ നീതീകരണം, നമ്മുടെ എന്താ പറഞ്ഞത്, നമ്മുടെ ജീവന്റെ എക്സ്ചേഞ്ച് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായി ജീവിക്കേണ്ടവൻ നമുക്ക് വേണ്ടി മരിച്ചു. അത് വിശ്വസിച്ചവർക്ക് അവന്റെ നിത്യമായ ജീവൻ കൊടുത്തു. നമുക്ക് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ നിത്യജീവൻ ഇല്ലായിരുന്നു. എന്നാൽ നിത്യജീവൻ അവകാശമായിട്ടുണ്ടായിരുന്നവൻ താൽക്കാലികമായി ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തപ്പോൾ അവർക്ക് അവന്റെ ജീവൻ കിട്ടി. അതുകൊണ്ട് അന്ന് മുതൽ അവർ നിത്യജീവനുള്ളവരായി തീർന്നു. സന്തോഷമാണ്. എങ്ങനെ ഞാൻ നിത്യജീവൻ പ്രാപിച്ചു? യേശു ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് കിട്ടിയതുകൊണ്ട്. ആമേൻ. അപ്പൊ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഒരു കുരുമുളകിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീഡ് വിത്തിനകത്ത്, ഒരു കടുകിന്റെ സീഡിനകത്ത് ആ വൃക്ഷം ഉണ്ടോ എന്ന് ചോദിച്ച് സംശയവും തർക്കവും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടെന്ന് ആ ചെടി കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇതുപോലെ ആമേൻ, യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് എല്ലാം ഇത് അറിഞ്ഞിരിക്കണം. യേശുവിന്റെ ജീവൻ ഈ എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. ഒരു ദിവസം ഞാൻ പറയട്ടെ, കൃപാവരങ്ങളും ശുശ്രൂഷകളും പണവും ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ തിരിച്ചെടുക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയാം, മരിച്ചതിന് അപ്പുറത്ത് നമ്മൾ അവിടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കർത്താവിനുള്ള വിശ്വാസവും വിശ്വാസം വഴി ലഭിച്ച ദാനങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തായിട്ടുണ്ടാകത്തുള്ളൂ. അവിടെയാണ് നിത്യജീവൻ ഉണ്ട് എന്ന് ഇന്ന് വിശ്വസിച്ച വ്യക്തിയുടെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി സംശയമില്ലല്ലോ, ഞാനാണ് വാതിലെന്ന്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആയിരിക്കേണ്ടത് അത് ഞാൻ ആകുന്നു. നിങ്ങളെ അകത്ത് കൊണ്ടുവരുവാനും, അതൊന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 10:9 വായിച്ചു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ സന്നദ്ധമായി പറയാ, ഞാൻ വാതിലാകുന്നു. സമാഗമന കൂടാരത്തിന്റെ വാതിൽ ഞാനാണ്.
നിങ്ങൾക്ക് എന്നിലൂടെ അകത്ത് വരാൻ കഴിയും. സ്വർഗം ആവർത്തിച്ച് പറയുകയാണ്, ഇവന് ചെവി കൊടുപ്പീൻ, ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരെയും കേൾക്കുന്നത് പോലെയല്ല യേശുവിനെ കേൾക്കേണ്ടത്, യേശുവിന്റെ ഉപദേശം കേൾക്കേണ്ടത്. യേശുവിന്റെ ഉപദേശത്തിന്റെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് യേശുവിനെ കേൾക്കണം, വിശ്വസിക്കണം. പലർക്ക് എന്തോ എത്ര നേരം ദൈവവചനം പ്രസംഗിച്ചാലും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടത്തിൽ പറഞ്ഞാലേ ചിലർക്ക് എന്തോ ഉണ്ടാകത്തുള്ളൂ, ഒരു അനക്കം ഉണ്ടാകത്തുള്ളൂ. യേശു പറഞ്ഞ് നിത്യജീവൻ കിട്ടുമെന്ന്, യേശു പറഞ്ഞ് പാപം ക്ഷമിക്കുമെന്ന്, യേശു പറഞ്ഞ് നിങ്ങൾ നീതീകരിക്കപ്പെടും. ഇതൊക്കെ പറഞ്ഞാൽ ഇതിന് ഭാഷ വേറെ വല്ലതും കൂടെ പറയാം. ഭാഷ ഞാനൊരിക്കൽ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാഷ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഷ വല്ലതും തലേ കഴിഞ്ഞിട്ടും കൂടെ 2 വാക്ക് പറയും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ പ്രവചനത്തിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, പ്രവചനങ്ങൾ പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന്, ദൈവം നമ്മളെ എന്താക്കി എന്ന് തിരിച്ചറിയുന്നിടത്തോളം ഈ ലോകത്തിൽ വേറെ ഒന്നിനും മഹത്വമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. എന്നിട്ട് എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എന്തിനു വേണ്ടിയാ? നമുക്ക് നിത്യരക്ഷ നേടാൻ. അതൊന്നുമല്ല, ഈ താൽക്കാലിക ലോകത്തിലെ വേറെ ഒരു സമ്പാദ്യത്തിനുമല്ല നിത്യജീവൻ, നിത്യരക്ഷ. എന്നിട്ട് അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും കണ്ടെത്തുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം പറയട്ടെ, ഒന്നാമത് കർത്താവ് അവനെ അകത്തേക്ക് സ്വീകരിക്കുക. ഇതിന്റെ അർത്ഥം എന്തുവാ? ഏതോ ഒരു കൂടാരത്തിന്റെ അകത്തേക്ക് നിന്നെ സ്വീകരിക്കുക. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ അവന്റെ തിരുനിവാസത്തിന്റെ അവൻ എന്നെ മറയ്ക്കും. യേശുക്രിസ്തുവിനെ നീ സ്വീകരിക്കുമ്പോൾ നീ അറിയുന്നില്ല, നിനക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടത് നിനക്കൊരു കൂടാരമായി തീരുകയാണ്. അവൻ നിനക്കൊരു മന്ദിരമായി തീരുകയാണ്. എന്നിട്ട് അവൻ നിന്നെ സ്വീകരിക്കാൻ നിനക്ക് വേണ്ടി ഒരു വാതിലായി തീർന്നു. നീ അകത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പുറത്തു പോകണമെങ്കിൽ ആര് പറയണം? കർത്താവ് 12 പേരെ പുറത്തേക്ക് അയച്ചു, 70 പേരെ പുറത്തേക്ക് അയച്ചു. പോവുകയും ചെന്നായ്ക്കളുടെ നടുവിൽ, കാരണം അയക്കാൻ അധികാരമുണ്ട്. ഇവൻ അയച്ചാൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും യേശു നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, യേശുവാണ് നിന്നെ അയക്കുന്നതെങ്കിൽ അവൻ അധികാരത്തോടെ പറയുന്ന ആ വാക്കാണ്, നീ പുറത്തേക്ക് അയക്കും, നീ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തും. അതെ, ആ മേച്ചിൽ സ്ഥലങ്ങൾ എന്താണെന്ന് അറിയാമോ? ഓരോ സഭകളാണ്. ഇടയന്മാർക്ക് ആടുകളെ മേയ്ക്കാനുള്ള ആ ഒരു ഭൂപ്രദേശം, നല്ല പച്ചിപ്പുള്ള ഭൂപ്രദേശമാണ് ഇടയന്മാരുടെ മുൻപിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് കർത്താവ് അകത്തേക്ക് വന്നവരെയാണ് കർത്താവ് പുറത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നത്. പറയട്ടെ, ഈ സമാഗമന കൂടാരത്തിന്റെ പഠനം പലരെയും ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പലരെയും കർത്താവ് പുറത്തേക്ക് അയക്കാൻ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനേക ആടുകളെ നിങ്ങൾ ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക്, അനേക വ്യക്തികളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടയന്മാരായി കർത്താവിന്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ ആദ്യം വചനത്തിനകത്ത് എഴുതിയേക്കുന്ന ക്രമം അതിപരിശുദ്ധ സ്ഥലത്തിന്റെ വാതിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രമത്തിൽ തന്നെ ഞാൻ പറയാമെന്ന് ആഗ്രഹിക്കുക. 26-33 വായിച്ച കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ കൃപാസനം വെക്കണം. ശ്രദ്ധിക്കണേ,
അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് സാക്ഷ്യപെട്ടകവും കൃപാസനവും ഇരിക്കുന്നു. ആ സാക്ഷ്യപെട്ടകവും കൃപാസനവും ഇരിക്കുന്നതിന്റെ തൊട്ട് സാക്ഷ്യപെട്ടകവും കൃപാസനവും ഇരിക്കുന്നതിന്റെ വെളിയിൽ എന്തുകൊണ്ട്? വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെ തമ്മിൽ വേർതിരിക്കുന്നതിന് ഒരു തിരശീല ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതെ, യെസ് 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 അതെ, യെസ്. നിങ്ങൾ കണ്ടോ? ഇതാണ് അതിവിശുദ്ധ സ്ഥലം, ഇത് വിശുദ്ധ സ്ഥലം. ഈ 10x10x10 നമ്മൾ പറഞ്ഞേക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ഇത് സാക്ഷ്യപെട്ടകം താഴെയുള്ളത്. ഈ സാക്ഷ്യപെട്ടകത്തിന്റെ, ശ്രദ്ധിക്കണമേ, ഈ സാക്ഷ്യപെട്ടകത്തിന്റെ മീതെ എന്തുണ്ട്? കെരൂബുകൾ അധിവസിക്കുന്ന കൃപാസനമുണ്ട്. ശ്രദ്ധിക്കണേ, ഇതിന്റെ മീതെ എന്തുണ്ട്? കൃപാസനം. അപ്പൊ കൃപാസനത്തെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയി പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. അതൊരു ഗൗരവമായ കാര്യമാണ്. ഒരുപാട് തർക്കങ്ങളുള്ള കാര്യങ്ങളാണ്. ആ തർക്കങ്ങളുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാത്തത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് തിരശ്ശീലയെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. നോക്കണേ, ഈ തിരശ്ശീല എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അവിടെ എത്ര തൂണുകളാണ് അവിടെ പറയുന്നത്? വായിച്ച ഭാഗം തന്നെ വായിച്ചാൽ തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപെട്ടകത്തിന് മീതെ കൃപാസനം വെക്കണം. തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിന്റെ തെക്കു ഭാഗത്ത് നിലവിളക്കും വെക്കണം. മേശ വടക്ക് ഭാഗത്ത് വെക്കണം. അല്ലല്ല, 33 മാത്രം. സാക്ഷ്യപെട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ 32 ക്ഷമിക്കണേ, 32 പൊന്ന് പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 അതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. ഇപ്പോ അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ മരശീല 4 തൂണുകളുള്ള ഖദിരമരത്തിന്റെ മേൽ സ്വർണം കൊണ്ട് തങ്കം കൊണ്ട് പൊതിഞ്ഞേക്കുന്ന ഒരു 4 തൂണുകൾ നിർത്തിയിട്ട് ആ 4 തൂണുകളുടെ താഴെ എന്തുകൊണ്ട്? വെള്ളി കൊണ്ടുള്ള ചുവടുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ആ തിരശ്ശീലയെ കുറിച്ചാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യണം. ഇത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇത് ഞാൻ അവസാനമായിട്ട് പറയും. ഈ തിരശ്ശീല എന്തുവാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? തർക്കങ്ങളുണ്ട്. ഈ തിരശ്ശീലയാണോ അതോ വിശുദ്ധ സ്ഥലത്തുള്ള തിരശ്ശീലയാണോ, പ്രാകാരവും വിശുദ്ധ തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയാണോ ചിന്തിയതെന്നുള്ളത് പഠനം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണെന്നുള്ളത്. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. എന്നാൽ 37-ാം വാക്യം വായിച്ചാൽ, മരശീലയ്ക്ക് ഖദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി. ശ്രദ്ധിക്കണം, അത് വിശുദ്ധത്തെയും അതിവിശുദ്ധത്തെയും വേർതിരിക്കുന്നതാണെങ്കിൽ ഈ ചിത്രത്തിൽ തെറ്റായിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 5 തൂണുകൾ ആണ് കാണിക്കുന്നത് വിശുദ്ധ സ്ഥലത്തെയും വെളിയിലത്തെ പ്രാകാരത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ 5 തൂണുകൾ വന്നത് അത് നമ്മൾ പറയും. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഞാൻ എബ്രായലേഖനത്തിൽ പറയേണ്ടതുകൊണ്ട് ഇനിയും 27-ാം അധ്യായത്തിൽ വന്നിട്ട് അടുത്തൊരു മൂടുശീലയും കൂടെ പറഞ്ഞിട്ട് മറശീലയും കൂടെ പറഞ്ഞിട്ട് 27-16. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളവും ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. ശ്രദ്ധിക്കണേ, ഇത് കണ്ടോ, ഇവിടെ വെളിയിലുള്ള പ്രാകാരത്തിന് 4 തൂണുകളാണ്. എന്നാൽ ഇത് കഴിഞ്ഞു വരുന്നിടത്ത് 5 തൂണുണ്ടാകണം. എന്നാൽ ഏറ്റവും അകറ്റി ചെല്ലുമ്പോൾ 4.
ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം എന്തോ ഉണ്ട്, അർത്ഥവ്യത്യാസങ്ങളുണ്ട്. Praise the Lord. നിങ്ങൾ മനസ്സിലാക്കണേ, ഈ കൂടാരത്തെ, ഈ ആലയത്തെ ഒരാൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ അത് വെളുത്ത നിറമായിട്ടാണ് കാണുന്നത്. ആ വെളുത്ത നിറത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തോട് ദൈവം വിളിച്ചു പറയുന്നത് തന്റെ സ്വഭാവത്തെയാണ്. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവ സ്നേഹമാണ്. ദൈവത്തിന്റെ നീതിയുടെ സ്വഭാവത്തെ വിളിച്ചു പറയുകയാണ്. അപ്പൊ അശുദ്ധിക്കും വിശുദ്ധിക്കും തമ്മിൽ എന്ത് ചേർച്ച? ലോകത്തിൽ നിന്നും വേർപെട്ടവരായി, പാപത്തിൽ നിന്നും വേർപെട്ടവരായി ദൈവമക്കൾ ജീവിക്കണമെന്നുള്ള സന്ദേശം ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആദ്യം പാപത്തെ കുറിച്ചുള്ള ബോധമാ മനുഷ്യന് നൽകുന്നത്. എന്തുവാണ് തരുന്നത്? പാപത്തെ കുറിച്ചുള്ള ബോധമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പാപം കഴുകപ്പെടണമെന്നുള്ള, പാപശുദ്ധി വരുത്തിയിട്ട് അകത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള സന്ദേശമാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. അതിന് ദൈവം ഈ 4 തൂണുകളെ ഉപയോഗിക്കുകയാണ്. ഈ 4 തൂണുകൾ എന്തുവെന്നറിയാമോ? 4 സുവിശേഷങ്ങളാണ്. ഈ 4 തൂണുകൾ ഏതാണ്? 4 സുവിശേഷങ്ങളാണ്. നീലനൂല്, ചുവപ്പ് നൂല്, ധൂമ്ര നൂല്, പിരിച്ച പഞ്ഞിനൂല്. മനസ്സിലാകുന്നുണ്ടോ? ഇത് 4ഉം സൂചിപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ 4 പുസ്തകങ്ങളുടെ പ്രത്യേകതയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ 4 സുവിശേഷങ്ങളിൽ ഒന്ന്, യേശുക്രിസ്തു യഹൂദന്മാരുടെ നടുവിൽ അവരുടെ മശിക രാജാവായിട്ടാണ് വന്നത്. ധൂമനൂൽ കാണിക്കുന്നത് അവന്റെ രാജ്യത്വത്തെ കുറിച്ചാണ്. Praise the Lord. Hallelujah. ഞാൻ പറയട്ടെ, മാർക്കോസിന്റെ സുവിശേഷം അവനൊരു ദാസനായിട്ടാണ് വന്നത്. Praise the Lord. Hallelujah. Hallelujah. അതാണ് നീലനൂൽ കാണിക്കുന്നത്, അവന്റെ എളിമത്തം, ഒന്നുമില്ലായ്മ. നമുക്കറിയാം വെള്ളത്തിന്റെ നിറം എന്താണ്? നീലയാണ്. ആകാശത്തിന്റെ നിറം എന്താണ്? വാസ്തവത്തിൽ ആകാശത്ത് നീല നിറം തോന്നിക്കുന്നത് നീല നിറം ഉള്ളത് കൊണ്ടാണോ? ഇല്ല, അതൊരു ശൂന്യതയുടെ അങ്ങേയറ്റമെന്ന. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ താൻ ശൂന്യതയാക്കിയതിന്റെ അങ്ങേയറ്റമാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ മനസ്സിലാക്കുന്നത്. അവൻ തന്നെ താൻ സ്വയം വെറുമയാക്കി, അവനൊന്നുമില്ലാതെയാക്കി. ആ ഒന്നുമില്ലായ്മയാണ് നമ്മളെ സമ്പന്നരാക്കിയത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആ ചുവന്ന നൂല് കാണിക്കുന്ന എന്താ? അവനായിരുന്നു മനുഷ്യപുത്രൻ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിലേക്ക് വന്ന ആ മനുഷ്യപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ്? യേശുക്രിസ്തു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ ആ മനുഷ്യപുത്രൻ യേശുക്രിസ്തുവാണെന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. 4ാമത്തെ നൂല് പിരിച്ച പഞ്ഞിനൂൽ, ശുഭ്രമായ വെണ്മയെ കാണിക്കുന്നത് He is Almighty God. ആമേൻ. അവൻ ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 4 സുവിശേഷങ്ങളും യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് 4 തൂണുകളായി അവിടെ വാതിക്കൽ നിൽക്കുകയാണ്. ഏതൊരു മനുഷ്യനും ഈ സുവിശേഷത്തിലൂടെ വേണം കർത്താവിനെ അറിഞ്ഞ് അകത്തേക്ക് വരുവാൻ. എത്ര പേർക്ക് മനസ്സിലായി? യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ സുവിശേഷം. എന്തെങ്കിലും വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയല്ല, പകരം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും 24 വരെ വേഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വേദഭാഗം. അതിപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, 2ാമത്തെ തിരശീല ഏതാണെന്നറിയാമോ? 2ാമത്തെ തിരശീല ന്യായപ്രമാണമെന്ന് നടിച്ചുവർ. ആ ന്യായപ്രമാണത്തിൽ എത്ര പുസ്തകങ്ങളാ ഉള്ളത്?
ന്യായപ്രമാണത്തിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 5 പുസ്തകങ്ങൾ. Praise the Lord. ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം. ആ ന്യായപ്രമാണത്തിന്റെ 5 പുസ്തകങ്ങൾക്കും വേണ്ടിയാണ് പഞ്ചമുറിവുകൾ ഏറ്റുകൊണ്ട് അവൻ കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൂങ്ങപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? ന്യായപ്രമാണം ആവശ്യപ്പെട്ട മുഴുവൻ എന്താ പറയുക ഡിമാൻഡുകളും തന്റെ രക്തത്തിലൂടെ പകരം നൽകി അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. എവിടെ നിന്ന്? ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? ന്യായപ്രമാണം നമ്മളെ ഒരിക്കലും വിശ്വസ്തത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമോ? ന്യായപ്രമാണം ഒരിക്കലും എന്താ പറയുക, തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർക്ക് അല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആ മുകൾ തൊട്ട് അടിവരെ ആ തിരശ്ശീല ചിന്തപ്പെട്ടത് കൊണ്ട് ഇന്ന് ആ സ്ഥലത്തേക്കുള്ള പ്രവേശനം ദൈവം നമുക്ക് സാധ്യമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, കൃപായുഗത്തിൽ ഞാനും നിങ്ങളും ആ അപ്പം നുറുക്കലിന്റെ അനുഭവത്തിലേക്ക്, ആ പ്രാർത്ഥനയിലും ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ സ്ഥലത്തേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കപ്പെട്ടത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ. സ്തോത്രം. 2 കൊരിന്ത്യർ 3-ന്റെ 16 മുതൽ 18 വരെ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ശ്രദ്ധിക്കണേ, ഇതിനകത്ത് അതിപരിശുദ്ധത്തിന് മൂടുപടം ഉണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് ആ മൂടുപടം? കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി. എന്താണ് അതിനർത്ഥം? ന്യായപ്രമാണത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ കർത്താവ് 2ആയി ചീന്തി മാറ്റിയിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശനം തന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവിലേക്ക് തിരിയുന്നിടം വരെ മനുഷ്യന്റെ മുമ്പിൽ എന്തോ ഉണ്ട്? ഒരു മൂടുപടമുണ്ട്. കർത്താവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അവന്റെ ദേഹം എന്ന തിരശ്ശീല. അതൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10:20. യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശ്ശീല തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. എനിക്ക് സമയം പോകുന്നതുകൊണ്ട് അവിടെ ഗ്രൂപ്പിലുള്ളവർക്ക് അത് കേൾക്കാൻ വേണ്ടി ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശ്ശീല താൻ 2ആയി ചീന്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു വചനം ജഡമായി തീർന്ന് ശരീരത്തിൽ വന്നു. അവന്റെ ജഡം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ടപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ 2ആയി ചീന്തി എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു പടിയൂടെ ദൈവസന്നിധിയിലോട്ട് പ്രവേശിക്കപ്പെട്ടു. ആമേൻ. ഇനിയും നമുക്ക് തടസ്സം നിൽക്കുന്നത് എന്താണ്? മുൻകൂടാരം അവിടെ നിൽക്കുന്നു. എന്തുവാ അതിന്റെ കാര്യം? നമ്മുടെ ശരീരം, നമ്മുടെ ജഡം മാത്രമാണ് ഇന്ന് എന്തുവായി നിൽക്കുന്നത്? ഒരു തടസ്സമായി നിൽക്കുന്നത്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ് അവിടെ 8-ാം അധ്യായത്തിൽ പറയുന്നത്? എന്താണ്? ഞാൻ വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. അവിടെ അല്ല, 8-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം സാധിപ്പിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ശരീരത്തിലിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന പദപ്രയോഗമുണ്ട്. ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്വതന്ത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ പത്മോസ് ദ്വീപിൽ ഒരു മനുഷ്യൻ ആത്മവിവശനായി തീർന്നപ്പോൾ അവൻ കാണുന്നത് 7 പൊൻനിലവിളക്കിന്റെ നടുവിൽ ഒരാൾ നിൽക്കുന്നു. അപ്പൊ താൻ ഇവിടെ ഇരിക്കുന്ന കൃപായുഗത്തിന്റെ, അതായത് വിശുദ്ധ സ്ഥലത്ത്. മുക്കുവനായ യോഹന്നാൻ ഒരിക്കലും പുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടില്ല. പക്ഷേ അവനോട് പറയുകയാണ്, നീ വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനും എന്റെ സന്നിധിയിൽ നിൽപ്പാൻ
യോഗ്യനുമാണ്. നീ എന്റെ കൂടെയാണ് നിൽക്കുന്നത്, നീ എന്റെ അടുക്കലാണ് നിൽക്കുന്നത്, നീ ഏറ്റവും എനിക്ക് പ്രിയനാണ്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്, മൂടുപട നീങ്ങുന്നത് പോലെ തിരശീലകൾ നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് കണ്ടോ? സുവിശേഷം കേട്ടപ്പോൾ കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നു. ഓക്കെ ശ്രദ്ധിക്കണമേ. സുവിശേഷം കേട്ടപ്പോൾ ദൈവം നമ്മുടെ കണ്ണു തുറന്നു. അകത്തുള്ള കാൽവറി അല്ലെങ്കിൽ അകത്ത് രണ്ട് ഉപകരണങ്ങളാ ഉള്ളത്. എന്താ പറയുന്നത്, താമ്ര യാഗപീഠം. കാൽവറി ക്രൂശിൽ കർത്താവ് എന്തുവാ നമുക്ക് വേണ്ടി ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പൗലോസ് പറഞ്ഞു, അവന്റെ മരണത്താൽ ഏകയാഗത്താൽ സദാകാലത്തേക്ക് നമുക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വചനത്തിന്റെ ആ ക്രൂശ് നിവർത്തിച്ച കാര്യം വെളിപ്പെടുവാൻ ദൈവം കൃപ നൽകി. മാത്രമല്ല, അവന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണമെന്ന് ദൈവം നമ്മുടെ കണ്ണു തുറന്നു തന്നു. അങ്ങനെ നമ്മള് ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ കാൽവരി മരണം ചെയ്തപ്പോൾ സ്വർഗീയ സ്ഥലത്ത് നമുക്ക് വന്ന മാറ്റം, പൗലോസ് പറഞ്ഞു, നിങ്ങൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഏക മരണത്താൽ നമ്മള് എല്ലാവരും സദാകാലത്തേക്ക് സൽഗുണ പൂർത്തി പ്രാപിച്ചു. മാത്രമല്ല, പൗലോസ് പറയുന്നു, അവൻ കൈകൊണ്ടല്ല, ദൈവം ശില്പിയാ നിർമ്മിച്ച സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു അവിടെ പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ കൂടിയിരിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഇതൊക്കെ പറയണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കപ്പെടാതെ സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ, പുറത്തെ ലോകത്തിന് അറിയാൻ മേലാത്ത ആത്മീക സന്തോഷവും ആത്മീക സ്തോത്രം ഫെലോഷിപ്പും ഇപ്പോൾ നമുക്കകത്തുണ്ട്. നിങ്ങൾക്കറിയണമോ, അതിൻ്റെ വെളിയിലും അതിനപ്പുറവും മീതെയും എല്ലാം മറവാണ്, പക്ഷേ അതിൻ്റെ അടിയിലത്തെ തറ കാണാം. ഇതിൻ്റെ അർത്ഥം അത് ഈ ഭൂമിയിൽ തന്നെ നടക്കുന്ന യുഗമാണെന്ന്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടെ ഷെക്കേന ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് കൊണ്ട് അത് താഴെയാണോ മേളിലാണോ എന്ന് അവർക്ക് അറിയത്തില്ല. അവർ നിൽക്കുന്ന സ്ഥലം മുഴുവനും മേഘം കൊണ്ട് മൂടിയിരിക്കും. അതുകൊണ്ട് അത് ഭൂമിയിലല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലല്ല. അതുകൊണ്ടാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും എന്നുള്ള ആ നിത്യയുഗത്തെ കുറിച്ച് വരെ അവിടെ ഈ സമാഗമന കൂടാരം നമ്മളോട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ തലമുറയിൽ എത്ര ഭാഗ്യവാനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ അതിപരിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ വെളിപ്പാട്, ആ സ്നേഹം, ആ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, അതല്ലേ നമ്മൾ ഈ സഭയിൽ അനുഭവിക്കുന്നത്. കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. പല ദൈവദാസന്മാർ മുഖാന്തരം സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്തിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന മഹാപുരോഹിതനെ പോലെ കർത്താവിനെ കേൾക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു തിരശ്ശീല ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ആ റെജി എന്ന് പറയുന്ന തിരശ്ശീലയ്ക്ക് അകത്തിരുന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ he is very near to you and me. ഹല്ലേലൂയ. ആ കർത്താവ് എനിക്ക് നിങ്ങൾക്കും വളരെ സമീപസ്ഥനായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മളെ അനാഥനായി വിടുകയില്ല, നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മരണപുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഉന്നതമായ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കൊലോസ്യർ 2:6 പറയുന്നത്, നിങ്ങൾ അവരെ കൈക്കൊണ്ടതുപോലെ തന്നെ അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുകയും. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നടക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ ആ 16 മുതലുള്ള വാക്യം താഴോട്ടൊന്നുകൂടെ വായിക്കും.
കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ നോക്കിയോണം. സ്വർഗത്തിൽ ഇരുന്ന കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ആ പദം വീണ്ടും വന്നത് കണ്ടോ? പ്രതിബിംബിക്കുന്നവരായി. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. ശ്രദ്ധിച്ച് കേൾക്കണേ, എനിക്കത് മേളിന്നേ അത് രണ്ടാമധികം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ ഭയങ്കര തേജസ്സുള്ളതാണ് പറയുകയാണ് അവിടെ പൗലോസ്. പൗലോസ് പറയാണ്, ഈ ഭൂമി മോശയുടെ മുഖം തെളിവായി ഇത്രയും തേജസ്സുള്ളതായി നിങ്ങൾ കണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഉന്നതനാണ്. ഏത് ഭവനവും നിർമ്മാണം എഴുതം വേണം. സകല ഭവനവും സകലവും ചമച്ചവനായ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ എത്രമാത്രം അധികമായി തേജസ്സുള്ളതാണ് ഈ പറയുന്ന സുവിശേഷം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അതേ പ്രതിമയായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എന്തുവായിരുന്നു? രൂപാന്തരപ്പെടുന്നു. സമാഗമന കൂടാരം സ്വർഗീയമായതിന്റെ അതേ ഒരു പ്രതിബിംബമായി ഈ ഭൂമിയിൽ പണിഞ്ഞെങ്കിൽ ആ ആലയം എത്ര മഹത്വമുള്ളതാണെങ്കിൽ യേശുക്രിസ്തു എന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ശ്രേഷ്ഠാലയം അതേ പ്രതിമയായി നമ്മളെ തന്റെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇതെത്ര കൃത്യതയുള്ളതാണ്, ദൈവത്തിന്റെ എത്ര മുൻനിർണയമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും പൗലോസ് പറഞ്ഞത് ഇത് ഓരോന്നും അങ്ങോട്ട് വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഗ്രഹിപ്പാൻ അറിയുന്നില്ല. അപ്പൊ സമാഗമന കൂടാര പഠനം വന്നു കഴിഞ്ഞാൽ കർത്താവിൽ നമ്മൾ എത്രമാത്രം ഉറയ്ക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കർത്താവ് എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു പുറപ്പെട്ടു വന്ന ഒരു ചിന്തയല്ല. ലോക സ്ഥാപനത്തിന് മുന്നമേ, ഉലക സ്ഥാപനത്തിന് മുന്നമേ നിർണയിക്കപ്പെട്ട പദ്ധതിയാണിത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് കർത്താവിനെ സ്വീകരിച്ച് അവനിലേക്ക് വരുമ്പോൾ അവനിലൂടെയാണ് ഒന്നാമത്തെ തിരശ്ശീലയിൽ നിങ്ങൾ കടന്നത്. എന്നിട്ട് അവനാണ് നിങ്ങളെ അകത്തേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ആ തിരശ്ശീല മനുഷ്യർ കഴിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആ തിരശ്ശീല അടിച്ചത് ദൈവമാണെങ്കിൽ, ആ തിരശ്ശീലയിലൂടെ നിങ്ങളെ അകത്ത് കൊണ്ടുവന്നത് ആ കർത്താവാണെങ്കിൽ, ആ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലൂടെ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. കാരണം ഞാൻ അതിനു വേണ്ടി വന്ന വാതില. അതിലെ ചിത്രവർണ്ണങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയണമെന്ന്. എന്നാൽ ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ ഒരു തിരശീലയേ ഉള്ളൂ മാറാൻ. ഈ ശരീരം ഒന്ന് രൂപമാക്കണം. ഇത് ഞാൻ പറയട്ടെ, ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ, നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ ഒരൊറ്റ തടസ്സമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല. ഏതാണ്? എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഈ മന്ദിരം നിങ്ങൾ ഓർക്കണം, ഒറ്റ ആലയമായിട്ട് പണിഞ്ഞേക്കുന്നത്. ഇതിന്റെ അന്താഴങ്ങൾ 5 അന്താഴങ്ങൾ മനസ്സിലാകുന്നു. ഈ അന്താഴങ്ങളെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടേക്ക് ഒന്നാക്കി ബലവത്താക്കി നിർത്തിയേക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ലാതെ ദൈവം ഇരുപക്ഷത്തെയും ക്രിസ്തുയേശുവിൽ നമ്മളെ ഏകം പുതു മനുഷ്യനാക്കി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സകലതും പുതുതായി തീരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ അവസാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു കാര്യം, സ്വർഗീയമായ ആലയം പണിഞ്ഞിട്ട്
ആ സ്വർഗീയമായ ആലയത്തിന്റെ ഒരു എന്താ പറയുക നിഴൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിയ മോശ ഭയങ്കര തേജസ്സിനകത്ത് ആ കയറി നിന്ന് ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടാനായിട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആ തേജസ്സിന്റെ മീതെയുള്ള തേജസ് ഉണ്ടോ? എന്തിനായി ഈ ആലയത്തെ കർത്താവ് പണിയുന്നു? ഈ ആത്മീയ ഗ്രഹത്തെ എന്തിനാ പണിയുന്നത്? എന്നെ നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകുന്നില്ല. നമ്മളെ മാത്രം കൊണ്ടുപോകാനാണോ? അല്ല, നമ്മളെ പോലെ അനേകരെയും ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ. പൗലോസിന് വേണ്ടി തന്റെ കാര്യത്തിൽ മാത്രമായിട്ട് തൃപ്തനായിരിക്കാമായിരുന്നു. പൗലോസ് പറഞ്ഞു, ഇല്ല, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായി എന്റെ കർത്താവിന്റെ വേല തികയ്ക്കുന്നതിൽ ഞാൻ എന്റെ കർത്താവിന്റെ ഒരു പകരക്കാരനായ ലോകത്തിൽ ഓടട്ടെ. യേശു ക്രിസ്തുവിന്റെ ഒരു പകരക്കാരനെ പോലെ കണ്ട് പൗലോസ് ഓടി നടന്ന് സുവിശേഷ ഘോഷണം നിവർത്തിച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അവനെ പോലെ തന്നെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതുകൊണ്ട് അവന്റെ കഷ്ടതയിൽ ഞാൻ ഒരു പങ്കാളിയായി, അവന്റെ കഷ്ടതയിൽ എന്തെങ്കിലും ശേഷിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിലൂടെ ആ കഷ്ടതകൾ പൂരിപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ എണ്ണി ഈ കഷ്ടതകളെ ഞാൻ സഹിക്കുന്നു. അവന്റെ കഷ്ടതകളിൽ അവൻ ന്യായം കണ്ടെത്തുകയാണ്. അവന്റെ കഷ്ടതയിൽ അവൻ പ്രത്യാശ കണ്ടെത്തുകയാണ്. അവന്റെ കഷ്ടതകളെ അവൻ ചെറുതായി കാണുകയാണ്. എന്തിന്? തനിക്ക് വേണ്ടി സകല കഷ്ടത സഹിച്ച് ഒരിക്കലും അർഹതയല്ലാത്ത, തനിക്ക് അർഹിക്കാത്ത ഒരു പ്രവേശനം സാധ്യമാക്കിയ ആ കർത്താവിന്റെ മഹത്വം കാണുമ്പോൾ അവൻ തന്റെ ശരീരത്തെ എനിക്ക് വേണ്ടി തകർത്തത് തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് തന്നെ ഈ കർത്താവിന് വേണ്ടി അവനെ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവിലേക്ക് തിരിയുന്നവരുടെ മുഖത്ത് ആ തേജസ് കാണട്ടെ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലാണെന്ന് എന്നെ കാണുമ്പോൾ യേശുവിൻ്റെ തേജസ് കാണട്ടെ. ആ തേജസ്സിൻ്റെ മേൽ തേജസ് അധികം പ്രകാശിക്കട്ടെ. അതെ, ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയാതെ, ഒരിക്കലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ യേശുവിനെ കുറ്റപ്പെടുത്താതെ, ഈ യേശുവിൻ്റെ കഷ്ടതകളിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുവാൻ പത്രോസ് പറയുന്നു. അതേ, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്ത്യാനിയായി തീർന്നിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ച് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഷ്ടതകളുണ്ട് കേട്ടോ, ചില വെല്ലുവിളികളുണ്ട് കേട്ടോ. നീ നിസ്സാരനല്ല. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്റെ കഷ്ടതയുടെ താഴ്വരയിൽ അവൻ നിന്നെ തനിച്ചു വിടത്തില്ല. അവൻ നിന്നോട് കൂടെ നടക്കുന്നവനാണ്. ഓ ദൈവത്തിലെ, നീ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും നീ അറിയാത്തൊരു സാന്നിധ്യം നിനക്ക് നിഴലായി നടക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഉള്ളം കൈ വഹിക്കുന്ന രണ്ട് കരങ്ങൾ എപ്പോഴും നിന്നെ താങ്ങുന്നുണ്ട് കേട്ടോ. നീ അറിയാതെ നിനക്ക് വേണ്ടി അപ്പവും അടയും ഒരുക്കുന്ന ഒരു സാന്നിധ്യം നിന്റെ ജീവിതയാത്രയിൽ നിനക്കുണ്ട് കേട്ടോ. നീ ക്ഷീണിക്കുന്നതും മടുക്കുന്നതും നിന്റെ വിചാരങ്ങൾ നിന്നെ തളർത്തുന്നതും ഒക്കെ അറിയുന്ന ഒരുവൻ നിന്റെ യാത്രയിൽ നിനക്ക് അടുത്തുണ്ട് കേട്ടോ. അവൻ നിന്നെ അവനെ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കിയെങ്കിൽ നിന്റെ കഷ്ടതകളിൽ നിന്നെ കൈവിട്ട് കളയാനല്ല, നിന്റെ കഷ്ടതകൾ അവന്റെ മഹത്വമാക്കി നിന്നെ മാറ്റുവാൻ വേണ്ടിയാണ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന് മുൻപേ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം വന്ന് കണ്ണുകൾ അടച്ച് ധ്യാനിക്കാമോ? അത് കർത്താവേ, അങ്ങാണ് വാതിൽ. ആ വാതിൽ എന്താണെന്ന്, ആ വാതിൽ വഴി ഞാൻ എങ്ങനെ കയറണമെന്ന്, ആ വാതിൽ വഴി ഞാൻ എങ്ങനെ പുറത്ത് പോകണമെന്ന്, ആ വാതിൽ എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ കണ്ടു കർത്താവേ. യെസ്, അങ്ങയുടെ ശരീരമായ ആലയം, അങ്ങയുടെ ശരീരമായ തിരശ്ശീല, അങ്ങയുടെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ ആ യെരൂശലേം ആലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ അടിവരെ ചിന്തിക്കുകയാണ്. അതിനകത്തേക്കുള്ള പ്രവേശനം സാധ്യമാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് സ്വർഗീയമായ കൂടാരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇപ്പോൾ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ യാഗരക്തവുമായി അവിടെ നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയാണ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ താനിരിക്കുന്നിടത്ത് തന്നോടുകൂടെ ഇരുത്താൻ കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ച് ഇന്ന് അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജകീയ പുരോഹിത വർഗമാണ് ഞങ്ങൾ. നന്ദി പറയുന്നു. ഈ ശരീരത്തിന്റെ തിരശ്ശീല അവൻ
തൻ്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർത്തതുപോലെ ഈ ശരീരവും തകരുമ്പോൾ, ഈ ശരീരം തകർന്നാൽ ഞങ്ങൾ കണ്ണു തുറന്ന് അവനെ കാണും, അവനോട് കൂടി ഇരിക്കുമെന്നുള്ള പൂർണ്ണ പ്രത്യാശയും വിശ്വാസവും അത് ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് മഹത്വം എടുക്കണം. യേസപ്പച്ച കൃപ തരണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. മനോജ പ്രാർത്ഥിക്കാം.